إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الإخوان والأخوات اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد كفر الذين قالوا إن الله ثالث ثلاثة إن الله ثالث ثلاثة وما من إله إلا إله واحد وإن لم ينتهوا عما يقولون ليمسن الذين كفروا منهم عذاب أليم സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹുവിൽ തഖ്വയുള്ളവരായിരിക്കണമെന്ന് എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സൂഫി തരീഖത്തുകളും അവരുടെ പിഴച്ച വാദഗതികളും അവരുടെ വാദങ്ങളിലെ പൊള്ളത്തരങ്ങളും പരിശുദ്ധ ഖുർആനും സുന്നത്തുമായി ബന്ധമില്ലാത്ത ഒരുപാട് ഊഹാപോഹങ്ങളും കെട്ടുകഥകളും അതിൽ കെട്ടിപ്പടുത്തുണ്ടാക്കിയ കുറെ വിശ്വാസങ്ങളും അതിൽ പിണഞ്ഞു കിടക്കുന്ന കുറെ മുസ്ലിം നാമധാരികളും ഇത്തരം സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ എന്നല്ല ലോകത്ത് മുസ്ലിമീങ്ങൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളി എന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത്തരം വാദഗതികളിലേക്ക് ഇതിൽ ത്യാഗമുണ്ട്, ഇതിൽ കൂടുതൽ ദിക്റുകളുണ്ട്, ഇതിൽ കൂടുതൽ വിർദുകളുണ്ട്, ഇത് നല്ല വേഷഭൂഷാദികളുള്ള ആളുകളാണ്, അവർ നല്ല തഖ്വയുള്ളവരാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വിവരമില്ലാത്ത ആളുകൾ അതിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതെന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ തൗഹീദ് പ്രബോധനം ചെയ്യുന്ന
നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് മനസ്സിലാക്കലും അത് പഠിപ്പിച്ചു കൊടുക്കലും. അതിൻ്റെ ആമുഖമാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അതിൽ അവസാനം നമ്മൾ നിർത്തിയത് വഹ്ദത്തുൽ വജൂദ് എന്ന അദ്വൈത സിദ്ധാന്തം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതിന് ധാരാളം മശായിഖുമാരുണ്ട്. ഇന്നല്ല, ഇന്നലെയല്ല, 100 അല്ല, ഹിജ്റ 2-ാം നൂറ്റാണ്ട് മുതൽക്ക് ഈ ശല്യം ഇസ്ലാമിക സമൂഹത്തെ പിടികൂടിയിട്ടുണ്ട്. ആധുനികരായ അറബി പണ്ഡിതന്മാർ എഴുതുമ്പോൾ തന്നെ അവർ തുടങ്ങുന്നത് മിനൽ ഖർനി സാനി അൽ ഹിജ്രി ഇലാ യൗമിനാ ഹാദാ, 2-ാം നൂറ്റാണ്ട് മുതൽ നാം നിലകൊള്ളുന്ന ഇന്നേ ദിവസം വരെ എന്നാണ് അവർ ഗ്രന്ഥങ്ങളിൽ അവർ രേഖപ്പെടുത്തുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് ഇന്നോളം എന്ന്. അപ്പൊ എന്താണ് ഈ അദ്വൈതവാദം എന്ന് പറയുന്ന, വഹദത്തുൽ വജൂദ് എന്ന് പറയുന്ന അള്ളാഹു സൃഷ്ടിയിലേക്ക് ലയിച്ചു പോകുക, അതല്ലെങ്കിൽ സൃഷ്ടി ഖാലിഖായ അള്ളാഹുവിലേക്ക് ലയിച്ചു ചേരുക എന്ന് പറയുന്ന ഈ ലയന സിദ്ധാന്തം എന്താണ്? അതാരാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ കേരളത്തിൽ തന്നെ ഒരു മുസ്ലിം എഴുത്തുകാരനുണ്ടായിരുന്നു, പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം അനൽ ഹക്ക് എന്ന വിശ്വാസക്കാരനായിരുന്നു. എന്താ അനൽ ഹക്ക് എന്ന് പറഞ്ഞാൽ? ഞാനാണ് സത്യം. ഹക്കാരാ? അള്ളാഹു. ഞാൻ അള്ളാഹുമായി ലയിച്ചുകൊണ്ട് ഞാനും അള്ളയും ഒന്നാണ്, അതുകൊണ്ട് അള്ളാഹു ഹക്കാണ്, അനൽ ഹക്കു, ഞാനും ഹക്കാണ്. ഇതാണ് ലയിക്ക എന്ന് പറഞ്ഞത്. ഒഴിഞ്ഞിരുന്ന് കുറെ ദിക്റുകളും കുറെ വിർദുകളും ഇവരുടെ മശായിഖുമാര് പഠിപ്പിക്കുന്ന ഒരുപാട് അദ്കാറുകളും ഒറ്റയ്ക്കിരുന്ന് ചെല്ലുന്നതിനോട് കൂടെ ഇവന്റെ ഖൽബ് അദൃശ്യമായ രീതിയിൽ അള്ളാഹുവിലേക്ക് അങ്ങോട്ട് ലയിക്കുകയാണ്. പിന്നെ അവനും ഇവനും എല്ലാം അള്ളയായി മാറുകയാണ്. ഇബ്നുൽ അറബി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഈ സിദ്ധാന്തത്തിന് വ്യാപകമായി തറയിട്ടത്, പ്രചരണം നൽകിയത് എന്ന് ഇവരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഖാലിഖ് മഖ്ലൂഖ് രണ്ടില്ല. ഖാലിഖ് എന്ന് പറഞ്ഞാൽ ആരാ? അള്ളാഹു. മഖ്ലൂഖ് ആരാ? സൃഷ്ടി. അത് രണ്ടും ഒന്നില്ല, രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ടും വേറെ വേറെയല്ല. അതാണ് വഹദത്ത് അൽ വുജൂദ്. രണ്ടില്ല, ഒന്ന്, എല്ലാം ഒന്ന്. വുജൂദിൽ മൗജൂദ്, അഥവാ ഉള്ളതിലുള്ളത് അള്ളാഹു മാത്രം. അത് ഞാനും നീയും ഒക്കെ അല്ല തന്നെയാണ്. അതുകൊണ്ടാണ് ഇബ്നു അറബി അദ്ദേഹത്തിന്റെ പദ്യത്തിൽ പറഞ്ഞത് ലഖദ് സാറ ഖൽബി ഖാബിലൻ കുല്ല സൂറതി ഫമർആ ലി ഖസ്ലാനിൻ വദീഉൽ ലിറുഹ്ബാനി. ലഖദ് സാറ ഖൽബി, എൻ്റെ ഹൃദയമായിരിക്കുന്നു എല്ലാ ചിത്രഫോട്ടങ്ങളെയും സ്വീകരിക്കുന്നത്. എത്രത്തോളം എന്നല്ലേ, അതിൽ മാൻപേടകൾ മേയുന്ന മേച്ചിൽ സ്ഥലവും പുരോഹിതന്മാരുടെ മഠങ്ങളും അതുവരെ എൻ്റെ ഖൽബ് സ്വീകരിച്ചിരിക്കുന്നു. ആരായിട്ട്? അള്ളാഹുവായിട്ട്. പിന്നെയോ വബൈത്തുൽ യൗസാനി വകഅബതു ത്വായിഫി വഅൽവാഹു തൗറാത്തി വമുസ്ഹഫ് ഖുർആനി വഅൽവാഹു തൗറാ വബൈത്തുൽ യൗസാൻ, വിഗ്രഹ വീടുകളും തവാഫ് ചെയ്യുന്ന കഅബയും അതേപോലെ തന്നെ തൗറാത്തിൻ്റെതായിരിക്കുന്ന ഫലകങ്ങളും ഖുർആനിന്റെ ഏടുകളും എല്ലാം ആവാഹിച്ചെടുക്കുന്ന രീതിയിലേക്ക് എൻ്റെ ഖൽബിനെ ഞാൻ പാകപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതെല്ലാം തന്നെ ഉലൂഹിയത്തുള്ളവയാണ്.
ഇത് വേറെ വേറെ അല്ല. ഇതിൻ്റെയൊക്കെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി ലയിച്ചു പോയിട്ടുണ്ട്. കഅബ എന്ന് പറഞ്ഞാൽ അള്ളാഹ്, കഅബ എന്ന് പറഞ്ഞാൽ അള്ളാഹു, അതല്ല അനിൽ ഹക്ക് എന്ന് പറഞ്ഞാൽ ഞാനെന്ന് പറഞ്ഞാൽ അള്ളാഹു. അപ്പൊ ഇനി നിസ്കരിക്കുന്ന ആർക്കാണ്? അള്ളാഹു ആകുന്ന എനിക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. നീ ഹജ്ജ് ചെയ്യുന്ന ആർക്കാണ്? അള്ളാഹു ആകുന്ന എനിക്ക് വേണ്ടി ഞാൻ ഹജ്ജ് ചെയ്യുന്നു. നീ നോമ്പെടുക്കുന്ന എന്തിനാണ്? അള്ളാഹു ആകുന്ന എനിക്ക് വേണ്ടി ഞാൻ നോമ്പെടുക്കുന്നു. സുബ്ഹാനി എന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ? സുബ്ഹാനി, ഞാൻ തന്നെയാണ് പരിശുദ്ധൻ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ് പാടില്ല. സുബ്ഹാനി, ഞാൻ തന്നെയാണ്. കാരണം നീ പടച്ചവനാണ്, നീ അള്ളാഹു ആണ്. പിന്നെ സുബ്ഹാന അള്ളാഹ് എന്ന് പറയേണ്ട ആവശ്യമല്ല. ഞാനും നീയും ഒന്നായി കഴിഞ്ഞാൽ, അഥവാ അള്ളാഹും ഞാനും ഒന്നായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അള്ളയായി. അപ്പൊ നിങ്ങൾ ചോദിക്കും, നിങ്ങളിപ്പോ അള്ളയായിട്ട് ഇവിടെ ലോകം പടച്ചിട്ടുണ്ടോ? അതാണ് അതടുത്തത്. ലോകം ഭരിക്കുന്നത് ഓരോ ഇൻഷാ അല്ലാഹ് അതിന്റെ ആ ഭാഗം വരുമ്പോ പറയാം. ഇതെങ്ങനെ പാകപ്പെടുത്തിയെടുക്കുന്ന നിങ്ങള്? അബൂ ഹാമിദുൽ ഗസാലിക്ക് ഒരു ഗ്രന്ഥമുണ്ട്, ഇഹ്യാ എന്ന അതിന്റെ പേര്, ഇഹ്യാ ഉലൂമുദ്ദീൻ. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അബൂ യസീദുൽ ബിസ്താമി എന്ന് പറയുന്ന ഒരാള്, അഥവാ ഒരു ശൈഖാണ്, വേറൊരു ശൈഖാണ്. അദ്ദേഹത്തിന്റെ കൂടെ 30 വർഷക്കാലത്തോളം നോമ്പെടുത്തും ഉറങ്ങാതെ നമസ്കരിച്ചും കഴിഞ്ഞുകൂടി ഒരു മുരീദ്. അങ്ങനെ 30 വർഷം കഴിഞ്ഞപ്പോൾ ഈ മുരീദ് ശൈഖിനോട് പറയുകയാണ്, ഞാൻ 30 വർഷം ഉറങ്ങാതെ, തളരാതെ, ഉറക്കമില്ലാതെ, ഒരു ദിവസവും നോമ്പ് വിടാതെ നോമ്പെടുത്തുകൊണ്ട് നിങ്ങളെ കൂടെ കഴിഞ്ഞുകൂടി. പക്ഷേ എനിക്ക് നിങ്ങളുടെ അറിവിൽ നിന്ന് ഒരു ഉപകാരവും കിട്ടിയിട്ടില്ല. നിങ്ങളുടെ ഈ ഇൽമിൽ നിന്ന് എനിക്കൊരു ചിന്തയോ ഉപകാരമോ അറിവോ ഒന്നും കിട്ടിയില്ല. 30 കൊല്ലം നിങ്ങളെ കൂടെ ഞാൻ നിസ്കരിച്ചു, നോമ്പെടുത്തു, നടന്നു എന്നല്ലാണ്ട്. ശൈഖിനോട് പറയാണ്. അപ്പൊ ശൈഖ് പറയാണ്, അന്നക മഹജൂബുൻ ബിനഫ്സിക, നിന്റെ മനസ്സ് എന്നിൽ നിന്ന് തടയപ്പെട്ടു പോയി. അങ്ങനെ എനിക്കൊരു പറയരുത്, നിനക്കിപ്പോ പറഞ്ഞാൽ തിരിയില്ല. കാരണം തിരിയുന്ന ഇവനെ ആദ്യം തിരിയൂല, പിന്നെ കേൾക്കുന്നവനോ അത്രയും തിരിയില്ല. തടയപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. അപ്പൊ മുരീദ് ചോദിക്കുകയാണ്, ഇനിയിപ്പോ അതിന് വല്ല പ്രതിവിധിയുമുണ്ടോ, വല്ല ചികിത്സയുമുണ്ടോ? ചികിത്സ ഉണ്ട്. അതെന്താന്ന്? നീ താടിയും തലയും പഠിക്ക, എന്നിട്ട് ഇപ്പൊ ധരിച്ച വസ്ത്രം മാറുക, എന്നിട്ട് ഒരു തോപ്പ് പോലെയുള്ള അബാ ധരിക്കുക, എന്നിട്ട് ഒരു കെട്ടും പാണ്ടവും തോളത്ത്, അതിലെന്തെങ്കിലുമൊക്കെ മുട്ടായിയോ കായോ ഒക്കെ വെക്കുക. എന്നിട്ട് നീ ഇങ്ങനെ അങ്ങാടികളിലൂടെ ഇങ്ങനെ നടക്കുക. കണ്ടില്ലേ നടക്കുന്ന? ഇതിന്റെ ബാക്കിയാണല്ലോ നടക്കുന്നവനെ കണ്ടില്ലേ? വൃത്തിയില്ലാണ്ട്, കുളിക്കാണ്ട്, അലക്കാണ്ട്, പള്ളി കയറേണ്ട. കാരണം ഓ പടച്ചവനാണ്, പിന്നെ പള്ളി കയറേണ്ട ആവശ്യമില്ല. ഓ അള്ളാഹു ആണ്, പിന്നെ പള്ളി കയറേണ്ടല്ലോ. അങ്ങനെ നടക്കുക. നീ അറിയുന്നവന്റെയും അറിയാത്തവന്റെയും അടുക്കലൂടെ, എല്ലാ അസുവാക്കിലൂടെയും അങ്ങാടിയിലൂടെയും നീ നടക്കണം. അങ്ങനെ നടക്കുമ്പോൾ കുട്ടികൾ നിന്റെ അടുത്ത് വരുമ്പോ ഈ കെട്ടിൽ നിന്ന് എടുത്തു കൊടുക്കുക. അപ്പൊ ഈ മുരീദ് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഇതെന്ത് മരുന്നാണ്, ഇതെന്ത് ചികിത്സയാണ്? ഇങ്ങനെയുണ്ട് ഒരു ചികിത്സ. അതാണ് നീ ബുദ്ധി പാകപ്പെടുത്തിയെടുക്കുക എന്ന് അതിൻ്റെ അർത്ഥം. ഇപ്പൊ നല്ല ഈ പറഞ്ഞ മാതിരി ഒരാളെങ്ങാനും നമ്മുടെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന്റെ ബ്രിഡ്ജിന്റെ താഴെ ഇരിക്കുന്നത് കണ്ടാൽ അപ്പോൾ ആള് കൂടും. ഈ പറഞ്ഞ പോലത്തുള്ളവനാണെങ്കിൽ ഒരു കെട്ടും പാണ്ടോ, ഒരു അലക്കി കുളിക്കാണ്ട്, പള്ളിയിലൊന്നും കയറുന്നില്ല, ഒരു 4-5 ദിവസമായിട്ട് ഒരാടെ തന്നെയാണ് ഔലിയാണ്. സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ആരാ? സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ആരാ? ഇത്തരത്തിൽ എത്ര ഔലിയാക്കന്മാര്, ശൈഖന്മാര്, മുരീദന്മാര് കേരളക്കരയിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. പള്ളി വരാന്തയിൽ കയറിയിട്ട് നിസ്കരിക്കാത്തതുണ്ട്, വലിയുള്ളാഹിയാണ്. ഇത് ഈന്ന് കിട്ടിയതാ. ഈ അബൂ യസീദുൽ ബിസ്താമിയുടെ ശിഷ്യനെ അദ്ദേഹം പഠിപ്പിച്ചതിൽ നിന്ന് കിട്ടിയതാണ് ഈ നടത്തം. അങ്ങനെ നടക്കരുത്. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞപ്പോ അബൂ യസീദ് പറഞ്ഞ എന്താ? അല്ലാഹ്, നീ പറഞ്ഞ ഭയങ്കര അപകടമാണ്. ഖൗലുക സുബ്ഹാനല്ലാഹ് ശിർക്കുൻ,
നീ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞല്ലേ, അത് എന്നെ കടുത്ത ശിർക്കാന്ന് പറയാൻ പാടില്ല എന്നാണ് ശിഷ്യനെ പഠിപ്പിച്ചത്. അവിടുന്ന് അങ്ങോട്ട് അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് കഥ. അത് ഈ കെട്ടുകഥയെല്ലാം കൂടി മെമ്പറിന്റെ മുകളിൽ വെറുതെ പറയണ്ടല്ലോ. ഈ കാണുന്ന സാമ്പിളുകളുടെ ഒരു ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ഈ നസാറാക്കൾ എന്താ പറഞ്ഞത്? അതാണ് ഞാൻ നിങ്ങൾ ഓടിക്കേൾപ്പിച്ച ആയത്ത്. അള്ളാഹിനെ പറ്റി എന്താ പറഞ്ഞത്? ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ സാലിസു സലാസ. അള്ളാഹു മൂന്നിൽ ഒന്നാണ് എന്ന് പറഞ്ഞവരൊക്കെ നിഷേധികളാണ്. അള്ളാഹു എന്നിൽ ലയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവനും കാഫറാണ്. ഞാനും അള്ളയും ഒന്നാണെന്ന് പറഞ്ഞാൽ കാഫിറുൻ. അത്ര വേണം, അത്ര തന്നെ വേണം, 10 വട്ടം പറയണം. കാരണം അള്ളാഹു ത്രിത്വത്തിൽ ഒന്നാണ്, മൂന്നിൽ ഒന്നാണ്, സാലിസു സലാസ എന്ന് പറഞ്ഞവർ നിഷേധികളായി തീർന്നിരിക്കുന്നു. എന്നിട്ട് അള്ളാഹ് പറയുന്നത് ഏകനായ അള്ളാഹു അല്ലാത്ത ഒരു ആരാധ്യന് ഇല്ല. ആ പറച്ചിൽ അവർ നിർത്തുന്നില്ലെങ്കിൽ ആ വേദനാജനകമായ ശിക്ഷ ഈ നിഷേധികളെ പിടികൂടാനിരിക്കുന്നു എന്ന് സൂറത്ത് മാഇദയിലെ 73-ാമത്തെ ആയത്തിൽ പറഞ്ഞു. ഇത് തന്നെയാണ് ഇത്തരക്കാരോട് പറയാനുള്ളത്. അള്ളാഹു സാലിദ് സലാസ എന്ന് പറഞ്ഞാൽ അള്ളാഹ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അള്ളാഹ്, ദൈവം, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇത് നേരെ ലയിക്കുകയാണ്. ഇത് നേരിട്ട് ആളിലേക്ക് അങ്ങോട്ട് ആവാഹിച്ച ഹുലൂൽ എന്നാണ് പറയാ, ലയിച്ചു പോവുക. അപ്പൊ അത് കുഫ്രിയത്താണ്, ഒരു സംശയവും വേണ്ട. അത്തരം വിശ്വസിക്കുകയോ പറയുകയോ അതിന്റെ മുരീദന്മാരായി തീരുകയോ ചെയ്താൽ ഉറപ്പായിട്ടും അവൻ കുഫ്രിയത്തിലേക്കുള്ള പോക്കാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നീട് അടുത്ത കെട്ടുകഥ നമ്മൾ മുമ്പേ കേട്ടുകൊണ്ടിരുന്ന സംഭവമാണ്. അപ്പൊ പ്രത്യേകം പറയേണ്ടതില്ല. മുഹമ്മദ് നബി അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിന്റെ ദാത്ത് പടക്കുന്നതിന്റെ മുമ്പേ റസൂലിന്റെ നൂറ് പടച്ചു. ആ നൂറിൽ നിന്ന് ഈ ലോകത്തെ മുഴുവനും പടച്ചു. നബിയുടെ ഇൽമിൽ നിന്നാണ് അമ്പിയാക്കന്മാർക്ക് മുഴുവനും ലഭിച്ചത്. ഈ ദുനിയാവും ഈ ദുനിയാവിന്റെ ധന്യതയും എല്ലാം റസൂലുള്ളാഹിന്റെ വകയാണ്. ഇമാം ബൂസൂരി ബുർദ വയറെല്ലാം തുടങ്ങുമ്പോൾ ചെല്ലുന്ന സാധനല്ലേ, ആളിങ്ങനെ വലിയ പുണ്യമായി ഇന്ന് അതിന്റെ ഒരു ഇതുണ്ടല്ല, മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദൻ എന്ന ജവാബോടുകൂടെ ചെല്ലുന്ന വളരെ പോരിശയാക്കപ്പെട്ടതായി സമൂഹം കണക്കാക്കുന്ന ബുർദ. അതില് ഇമാം ബൂസൂരി പറഞ്ഞൊരു ഭാഗമുണ്ട്, وَإِنَّ مِنْ جُودِكَ الدُّنْيَا وَضَرَّتَهَا وَمِنْ عُلُومِكَ عِلْمَ اللَّوْحِ وَالْقَلَمِ. ഇമാം ബൂസൂരി എന്തിനാ പാടിയത്? റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്തിങ്ങേറ്റ് ഓർക്ക് ബാധം പിടികൂടിയപ്പോൾ സൂക്കട് മാറാൻ വേണ്ടി പാടിയ പാട്ടാന്ന് ബുറുദ്ദാ. അത് ഖസിയത്ത് ബുറുദ്ദാ എന്ന് പറഞ്ഞാൽ എന്താ? സൂക്കട് മാറല്. അതിന്റെ അർത്ഥം അത് വൃദ്ധ 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 വെറുതെ വെറുതെ നയിപ്പോയി കുറെ കഴിഞ്ഞപ്പോ. അപ്പൊ പാടുന്നത് വെറുതെ ആണെന്ന് കാര്യമൊന്നുമില്ല. വൈന്ന മീൻ ജ്യോതിക്ക നബിയെ, നിങ്ങളുടെ ദാനത്തിൽ പെട്ടതാണ് ദുനിയാവ്. ദുനിയാവ് നബിൻ്റെതാ. അവിടെ ധന്യതയും ഈ പച്ചപ്പും ഈ പ്രസരിപ്പും ഒന്നുകിൽ അങ്ങനെ, അതല്ലെങ്കിൽ ഇവിടുത്തെ പ്രയാസങ്ങൾ എല്ലാം നിങ്ങളെ വകയാണ്. വൈന്ന മിൻ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി. ലൗഹുൽ മഹ്ഫൂസിൽ നിന്ന് വരുന്ന അറിവുകൾ. ലൗഹുൽ മഹ്ഫൂസിന്റെ ഉടമ ആരാണ്? അല്ലാഹു. അത് ആരതാണ് ഇവിടെ പറയുന്നത്? നിങ്ങളുടെ അറിവുകളിൽ പെട്ടതാണ്. ഇത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണോ കൊടുക്കണ്ടേ? വൽ ഖലമ്, ലൗഹ്, ഖലമ്, അർശ്, കുർശ്, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രം നിക്ഷിപ്തമായ സ്ഥാനങ്ങളാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ നബിയെ നിങ്ങളെ അറിവിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും? അത് വിശ്വസിച്ച എന്താ സ്ഥിതി? ഞാൻ അങ്ങോട്ട് പിന്നെ പറയില്ല. ഏതാള് പറഞ്ഞാലും ഏത് ശൈഖ് മൊളിന്താലും ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല. കാരണം ഇൽമുൽ ലൗഹ്, ഇൽമുൽ ഗൈബ് ഇത് ആരിൽ നിക്ഷിപ്തമാണ്? അല്ലാഹുവിൽ മാത്രം. പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്,
ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. ഖുൽ നബിയെ നിങ്ങൾ പറയണം, ആകാശഭൂമിയിലുള്ള ഗൈബ് അല്ലാഹുക്കല്ലാണ്ട് അറിയൂല. എപ്പോഴാണ് ഇവരെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത്, പുനർജനിപ്പിക്കപ്പെടുന്നത് എന്നതും അറിയില്ല. ഈ ശൈഖിന് അറിയോ? ഓൻ മരിച്ചിങ്ങേറ്റ് ഓനെ എപ്പോഴാണ് മരിക്കാന്നറിയോ? എപ്പോഴാണ് പുനർജനിപ്പിക്കാൻ അവനറിയോ? അറിയില്ല. അപ്പൊ അള്ളാഹുവിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് അമ്പിയാക്കന്മാർക്ക് വഹിയാണെങ്കിൽ ഇവർക്ക് മലക്കിന്റെ മധ്യവർത്തി ഒന്നും വേണ്ട, നേരെ ഡയറക്റ്റ് ആയിട്ട് അവർക്ക് ഇൽമു ലഭിക്കാന്ന്. റസൂലുള്ളാഹിനെ ഉറക്കത്തിൽ കാണുകയെന്ന്, റസൂലുള്ളാഹിനെ നേർക്കുന്നവരെയും കാണുകയെന്ന്. ആര് നടക്കുന്നു? എന്നിട്ട് നബിയിൽ നിന്ന് ഇൽമു കൂടെ സ്വീകരിക്കുകയാണ്. അതൊക്കെ വിശ്വസിക്കണം. അപ്പോഴാണ് മുരീദാവുക. മുരീദ് അപ്പോഴാണ് ഷെയ്ഖിന്റെ ഒറിജിനൽ മുരീദായി തീരുക. ആ സന്ദർഭത്തിൽ ഓരോ പറഞ്ഞു കൊടുക്കും ചില പ്രാർത്ഥനകൾ, ദിക്റുകൾ. അതിങ്ങനെ ഹാ ഹൂ ഹീ കഴിഞ്ഞാഴ്ച പറഞ്ഞ പോലെ ചൊല്ലി നടക്കുക. ഇതോടുകൂടി അവൻ ഡയറക്റ്റ് അള്ളാന്റെ ആളായി, വലിയായി. പിന്നെ ഓനെല്ലാം പിന്നെ അവിടുന്ന് അങ്ങോട്ട് എല്ലാം ഓൻ തന്നെയാണ്, വരണ്ടതില്ല. ഇനിയിപ്പോ ഇവിടെ നടക്കുന്ന നിയന്ത്രണങ്ങൾ, ഈ ദുനിയാവില് ഇപ്പൊ ഇവിടെ ഭരണം, ഇവിടെ ഭരിക്കുന്നത് ഇന്ന പാർട്ടി, സൗദി അറേബ്യ ഇന്ന ആള് രാജാവ്, അവിടെ MLA-മാര് MP-മാര്, ഇങ്ങനെ നമ്മൾ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ ബാഹ്യമാണ്. ആന്തരികമായി വേറെ ഭരണം നടക്കുന്നുണ്ട് ഇവിടെ. അവരെ കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഈ മഴ ഈപിക്കുന്നത്, ഈ ലോകം നിയന്ത്രിക്കുന്നത്, ഇതെല്ലാം അവരെ കഴിവുകൊണ്ടാണ്. അതിനാണ് മറാത്തിബുൽ വിലായ, വിലായത്തിന്റെ മർത്തബകൾ എന്ന് പറയുന്നത്. ഔലിയാക്കന്മാർക്ക് പ്രത്യേക മർത്തബുണ്ട്, എല്ലാവരും സൈസല്ല. അത് ഏറ്റവും മുന്തിയ പദവിയുള്ള ആളാണ് അൽ ഗൗസ്. അത് ശൈഖ് മുഹീദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലത്ത് അദ്ദേഹമാണ് എന്ന് പറയപ്പെടുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ വിശ്വാസവും പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും പരിശോധിച്ചാൽ അത് നമുക്ക് തെളിയിക്കാൻ സാധ്യമല്ല, പറയപ്പെടുന്നു മാത്രം. ഗൗസുൽ അഅ്ലാം ശൈഖ് മുഹീദ്ദീൻ എന്നാണല്ലോ പറയല്. ഗൗസ് എന്ന് പറഞ്ഞാൽ ആ കാലത്ത് ലോകത്ത് ഒരൊറ്റ ആളെ ഉണ്ടാവും, ഓരാണ് മെയിൻ ആള്. ഇതാണ് ഗൗസുൽ അഅ്ലാം എന്ന പേരിൽ അറിയപ്പെടുന്ന ആള്. ലോകത്ത് ആ കാലഘട്ടത്തിൽ ലോകത്ത് ഒറ്റ ആളെ ഉണ്ടാവുകയുള്ളൂ. രണ്ടാമത്തേത് ഔത്താദ്, വത്തിദ്, ഔത്താദ് എന്നാ പറയാ. ഔത്താദ് 4 ആള്. ഓലെ പണി എന്താന്ന്? ഈ വത്തിദ് എന്ന വാക്കിന്റെ അർത്ഥം ആണിക്കല്ലുകൾ എന്നാ. ഔത്താദ് എന്ന് പറഞ്ഞാൽ ആണി എന്നാ. ലോകത്തിന്റെ 4 ഭാഗങ്ങളിൽ പോയി നിന്നുങ്ങേറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ യഥാർത്ഥ രീതി ഇങ്ങനെ നിയന്ത്രിച്ച് നോക്കി നടക്കല്. അതാണ് നടക്കുന്നത് ഇവിടെ. ഈ പറയുന്ന പാർലമെന്റും ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ഇവിടെ നടക്കുന്ന ഭരണവും MLA MP ഒന്നുമല്ല യഥാർത്ഥ ഭരണം. ഇതൊക്കെ ദൗലത്തുൽ ലാഹിരിയ, പ്രകടമായ ചില കാര്യങ്ങൾ. ഞങ്ങളതോ ദൗലത്തുൽ ബാത്തിനിയ, ആന്തരികമായ ഭരണം. പിരാന്ത് എന്ന് മലയാളത്തിൽ പറയും. അങ്ങനെ പറയാ. എന്നിട്ട് ഈ 4 വത്തിദുകൾ 4 ആളാണ്. ഓരോ വരെന്താ? ലോകത്തിന്റെ 4 ഭാഗങ്ങളിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ നോക്കല്. പിന്നെ കുത്തുബുൽ അക്താബ് കേട്ടില്ലേ? കുത്തുബുകൾ, അവരെത്ര ആളുണ്ടാവും? 7 ആളുകൾ. താഴെ ഇങ്ങനെ എണ്ണം കൂടുകയാണ്. പ്രധാനമന്ത്രി, മന്ത്രിമാർ എണ്ണം കൂടി, MP-മാർ പിന്നെ എണ്ണം കൂടി, ഉദ്യോഗസ്ഥന്മാർ പിന്നെ കൂടി വരികയാണ്. ഇവരെ പണി എന്താണ്? ഇവരുടെ ജോലി ഭൂഖണ്ഡങ്ങൾ നിയന്ത്രിക്കലാണ്. ഭൂഖണ്ഡങ്ങൾ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ കര, ഏഷ്യൻ വൻകര, യൂറോപ്യൻ കര, ഇങ്ങനെ ഭൂഖണ്ഡങ്ങളിൽ നിയന്ത്രിക്കുന്ന പണിയാണ് ഈ കുത്തുബുമാർക്ക്. അതാ കുത്തുബുൽ അക്താബ് എന്ന പേര് പറയുന്നത്, ഭൂഖണ്ഡ നിയന്ത്രണം. അടുത്തത് പിന്നെ അബ്ദാല്, ഒരു 40 ആളുകളുണ്ട്, എണ്ണം കൂടുകയാണ്. അബ്ദാൽ, അബ്ദാൽ എന്ന വാക്കിന്റെ അർത്ഥം പകരം വെക്കുക എന്നാ. അപ്പൊ ഇവരിൽ ആരെങ്കിലും മരിച്ചു പോയാൽ ആ സ്ഥാനത്തേക്ക് വേറെ ആളെ കൊണ്ടുവരും. അത് 40 തേക്കാൻ വേണ്ടിയിട്ട്. പാർലമെന്റിൽ ഇപ്പോൾ ഒരാൾ മരിച്ചാൽ ആ സ്ഥാനത്ത് ഇലക്ഷൻ നടക്കുമല്ലോ, അതേമാതിരിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നുജബാഹുകൾ, അവർ 300 ആളുകളാണ്. ഇവരൊക്കെ പണി എന്താന്ന് വെച്ചാൽ ഈ ലോകത്തിന്റെ ആന്തരികമായ ഭരണകാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഇവിടെ നടക്കുന്ന സൃഷ്ടിജാലങ്ങൾക്ക് വേണ്ട മുഴുവൻ കാര്യങ്ങളും നടപ്പിൽ വരുത്തി
ഭൂഖണ്ഡങ്ങൾ, ഉപഭൂഖണ്ഡങ്ങൾ, രാജ്യങ്ങൾ ഇതെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുക. ഇത് നമ്മൾ വിശ്വസിക്കുക. റസൂലുള്ളാഹിന്റെ കാലത്ത് ആരെങ്കിലും ഖുതുബ്? ഇവിടെ പ്രശ്നം അവിടെയാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ, ഇവരെന്തെങ്കിലും പ്രചരിപ്പിച്ചോട്ടെ, ദീനും മതവുമായി ഇതിൽ ബന്ധപ്പെടാൻ പാടില്ല. കാരണം റസൂലുള്ളാഹിന്റെ കാലത്ത് ആരെങ്കിലും ഖുതുബ്? റസൂൽ ആരാ? ഖുതുബ്, ഗൗസ്, വഖീദ്, നുജബാ, നുഖബാ എന്നൊക്കെ പറഞ്ഞ് മുഹമ്മദ് നബി ആരെ പരിചയപ്പെടുത്തി? അവിടെയാണ്. അങ്ങനെ സംഭവമല്ല. അത് പടച്ചുണ്ടാക്കി ഒരു പ്രത്യേക വിശ്വാസം അടിച്ചേൽപ്പിച്ച് മുസ്ലിം ഉമ്മത്തിനെ യഥാർത്ഥമായതായിരിക്കുന്ന വിശ്വാസത്തിൽ നിന്ന് തെച്ചു കൊണ്ടുപോവുക. അള്ളാഹ് യോജിക്കുന്ന ഒരു കാര്യമുണ്ട്. പച്ച മുശ്രിക്കായ മക്കത്തെ മുശ്രിക്കിനോട് റസൂൽ ചോദിക്കാൻ വേണ്ടി പറഞ്ഞ നബി ഒന്ന് ചോദിച്ചു നോക്കെ, മൻ യർസുഖുക്കും മിനസ് സമാഇ വൽ അർള്, ആകാശഭൂമി നിങ്ങൾക്ക് ഭക്ഷണം തരുന്നവൻ ആരാ? ആരോട് ചോദിക്കാനാ പറഞ്ഞത്? അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത്, ഇബ്നു അറബി, അബൂ യസീദ് ബിസ്താമി, ജുനൈദുൽ ബഗ്ദാദി, ഇവരോടല്ല ചോദിക്കാൻ പറഞ്ഞത്. ആരോട്? സാക്ഷാൽ ഒന്നാം നമ്പർ മുശ്രിക്കിനോട് ചോദിക്കാൻ വേണ്ടി അള്ളാഹ് പറയാന്ന്. ചോദിക്കുക, ആരാ ഭക്ഷണം നൽകുന്നത്? അമ്മൻ യംലിക്കു സമഅ വൽ അബ്സാർ, ആരാണ് കേൾവിയെയും കാഴ്ചയെയും ഉടമപ്പെടുത്തിയവൻ? ഫസയഖൂലൂന അല്ലാഹ് വമൻ യുദബ്ബിറുൽ അംറ, കാര്യം നിയന്ത്രിക്കുന്നവൻ ആരാണ്? അബൂജഹൽ പറഞ്ഞോ എന്റെ വല്യപ്പയാണ്. അറിയില്ലേ? അത് മുഹമ്മദ് നബിയാണ്. അബൂജഹൽ പറഞ്ഞില്ല. അപ്പൊ അബൂജഹലിനെക്കാളും കടുത്ത ശിർക്കൻ വിശ്വാസക്കാരാണ് ഈ തസവ്വുഫ്, ഈ തരീഖത്ത് വിശ്വാസക്കാർ. ഇങ്ങനെ വിശ്വസിക്കുന്നവർ ഉണ്ടെങ്കിൽ അത്രയും നമുക്ക് പറയാൻ പറ്റും. ഉണ്ട് എന്നുള്ളതാണ് ഇവരുടേതായിരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ നിന്നും അവരുടേതായിരിക്കുന്ന പ്രചരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. വമൻ യുദബ്ബിറുൽ അംറ, കാര്യം നിയന്ത്രിക്കുന്നവൻ ആരുണ്ട്? മക്കത്ത് അബൂജഹൽ പറയും വസയഖൂലൂന അല്ലാഹ്, അല്ലാഹു ആണ്. ഇവർ പറയും ഖുതുബാണ്, ബദലാണ്, ഗൗസാണ്, നുഖബായികളാണ്, നുജബായികളാണ്, അബ്ദാലുകളാണ് ഭരിക്കുന്നത്. അള്ളാഹ് ചോദിക്കുന്നത് എന്താ? വമൻ യുദബ്ബിറുൽ അംറ, കാര്യം നിയന്ത്രിക്കുന്നവൻ ആരുണ്ട് എന്ന് നീ അവരോട് ചോദിക്കേ. അവർ മറുപടി പറയട്ടെ. അവർ പറയുന്ന മറുപടി അല്ലാഹു ആണ് എന്നായിരിക്കും. ഫഖുൽ, അപ്പൊ നീ അവരോട് ചോദിക്കുക, അഫല തത്തഖൂൻ, എന്നാ നിങ്ങൾക്ക് ആ അള്ളാഹിനെ ഒന്ന് പേടിച്ചൂടെ? നിങ്ങൾക്ക് അള്ളാഹുവിൽ തഖ്വയുള്ളവരായിക്കൂടെ? നീ ഒന്ന് ചോദിച്ചു നോക്ക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിയോട് പറയുകയുണ്ടായി. സൂറത്ത് യൂനുസ് 31. അതിനാണ് ആദ്യം തന്നെ പറഞ്ഞത് ഖുർആനിന് ബാത്തിനിയായ അർത്ഥമുണ്ട്, ആന്തരിക അർത്ഥമുണ്ട്. റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട് ബാത്തിനിയായ ആന്തരിക അർത്ഥം. എവിടെങ്കിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു. ഇതെല്ലാം അങ്ങോട്ടാണ് പോകേണ്ടത്. ഇത് ഇവിടെ കേരളത്തിലും കുറച്ച് ശൈഖന്മാരും കുറച്ച് മുരീദന്മാരും കൂടി തിരിഞ്ഞാൽ പോരാ. ഏറ്റവും വലിയ ശൈഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് പോകണം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടാ? ഇങ്ങനെ ഭരണം നടക്കുന്നുണ്ട്, ഇങ്ങനെയാണ് കാര്യങ്ങൾ. അള്ളാഹ് ഒരു മൂലക്ക് കസേരട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവർക്ക് വിട്ടുകൊടുത്താന്ന് കാര്യങ്ങളെല്ലാം ഓരിങ്ങനെ നേരെയാക്കി ഇങ്ങനെ കൊണ്ടുവന്ന് പോകുന്നത് കൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത്, കരുതണം പറഞ്ഞിട്ടുണ്ടാ? അബൂജഹലിനോട് ചോദിക്കാൻ പറഞ്ഞ ആരാ നിയന്ത്രിക്കുന്നത്? അബൂജഹൽ പറഞ്ഞ എന്താ? അള്ളാഹു ആണ്. സൂഫി ശൈഖന്മാർ വരുന്ന ആരാ? ഇവരെ ബഗ്ദാലുകളും ഗൗസന്മാരും കുതുബുകളുമാണ് ഭരിക്കുന്നത്, സൃഷ്ടികളെ നിയന്ത്രിക്കുന്നത്, പ്രപഞ്ചം കൈകാര്യം ചെയ്യുന്നത്. ഏതാ വിശ്വസിക്കേണ്ടത്? മുസ്ലിം ഏതാ മുഅ്മിൻ വിശ്വസിക്കേണ്ടത്? നമുക്ക് തീരുമാനിക്കാം, ഓരോരുത്തർക്കും തീരുമാനിക്കാം. അതുകൊണ്ട് ഇത്തരം ഒരുപാട് ഊഹാപോഹങ്ങൾ ഈ സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് വിശ്വാസത്തെ ദുർബലപ്പെടുത്തി കുഫ്രിയത്ത് പ്രചരിപ്പിച്ചുകൊണ്ട് പരലോകത്തേക്ക് കെട്ടുകെട്ടിക്കുന്ന പണി ചെയ്യപ്പെടുമ്പോൾ അതിന് കൃത്യമായി അതിൻ്റെ അവസ്ഥ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത് അനിവാര്യമായതുകൊണ്ടാണ് ഈ കാര്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. വിശദമായിട്ട് പറയാൻ നമുക്കൊരു ഖുതുബയിലൊന്നും കഴിയില്ല. ചില ഭാഗങ്ങളും കൂടെ നമുക്ക് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാൻ സലാമത്താക്കുമാറാട്ടെ. അതാ നമുക്ക് പ്രാർത്ഥിക്കാനും ചെയ്യാനും ഉള്ളത്. കാരണം എന്താ പറയുക, ഇവരാരും പെണ്ണ് അങ്ങോട്ടില്ല. അതൊക്കെ ഇവിടെ കടന്ന് തിരിയുന്ന ചില ആളുകളാണ്. ഈ പറഞ്ഞ കെട്ടും മാറാപ്പുമായിട്ട് നടക്കുന്നവനും കെട്ടും പാണ്ടമായിട്ട് നടക്കുന്നവനും ഈ പുതപ്പ് പുതച്ചവനും ഈ കുളിക്കാത്തവനും കുരുത്തില്ലാത്തവനും
ഇതെല്ലാം ഇവിടെ കൊണ്ട് അവസാനിക്കും. അവിടേക്കൊന്നും ഇവർക്കൊരു പെർമിഷനും ഇല്ല. ഇങ്ങനെ ഇവിടെ ഈ സമൂഹത്തെ പറഞ്ഞ് പറ്റിക്കുക തോൽപ്പിക്കുക എന്നല്ലാണ്ട് ഒരു കാര്യമില്ല. റബ്ബ് നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ.